ആദ്യം തന്നെ മാഗി ക്യൂബ്സ് നമ്മളിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഇടും, ചോപ്പ് ചെയ്ത ഓണിയൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചതച്ച പച്ച മുളക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 3 അല്ലി വെളുത്തുള്ളി ചേർക്കും. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ ചേർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ബൗൾ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടും. പിന്നെ കുറച്ച് ക്യാബേജും കൂടെ ചേർത്ത് നമ്മളിത് അടച്ചു വെക്കും. 5 വിസിൽ കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയായിരിക്കും അവസ്ഥ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കും. അപ്പോൾ അരിച്ചെടുത്ത് മാറ്റി വെക്കുന്ന ചിക്കൻ നമ്മൾ പിച്ചിയെടുക്കും. പിന്നെ ഈ സ്റ്റോക്ക് നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ചൂടാക്കി ഇതിനകത്തേക്ക് ക്യാരറ്റ്, ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി ഇടും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് സോയ സോസും റെഡ് ചില്ലി സോസും ഒഴിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർക്കും. അങ്ങനെ ഇതെല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഇടും, പിച്ചി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടും. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ബീറ്റ് ചെയ്ത് മുട്ട എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും, വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ പയ്യെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ മുട്ടയുടെ വെള്ള നമുക്ക് കാണാൻ പറ്റും. ഇനി കോൺഫ്ലോർ മിക്സ് ചെയ്ത വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. പയ്യെ ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും ഇത് ചേർത്ത് കൊടുക്കുന്നത് തന്നെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.